ഹനിയ കൊല്ലപ്പെട്ടത് റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ബോംബ് പൊട്ടിച്ചെന്ന വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ഹനിയയുടെ മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചത്. 2 മാസത്തിന് മുമ്പെങ്കിലും ഹനിയ താമസിച്ചിരുന്ന ഈ മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു എന്നത് വ്യക്തമാവുകയാണ്. വടക്കൻ ടെഹ്റാനിലെ സമ്പന്നരുടെ ഒരു വാസസ്ഥലമായ നിഷാന്ത് എന്ന പ്രദേശത്താണ് ഈ ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് ഈ ലോകത്ത് നടുക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദോഹയിൽ താമസിക്കുന്ന ഹനിയ തെഹ്റാനിലെത്തിയപ്പോൾ സ്ഥിരമായി ഈ ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് താമസിക്കാറ്. ഇവിടെ റവല്യൂഷണറി ഗാർഡിന്റെ ശക്തമായ കാവലുള്ള ഇടം കൂടിയാണ്. സ്ഫോടനത്തിൽ കെട്ടിടം ഒന്നാകെ ശക്തമായി കുലുങ്ങി വിറയ്ക്കുകയും ഒരു ഭിത്തി പൂർണ്ണമായും തകർന്നു വീഴുകയും ചെയ്തിരുന്നു. പുലർച്ചെ 2 മണിക്ക് വലിയ ശബ്ദം കേട്ട് ഞെട്ടിയ ഗസ്റ്റ് ഹൌസ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ കുഴഞ്ഞു പോവുകയായിരുന്നു. ഹനിയയുടെ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഓപ്പറേഷനുകൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ബന്ധം സൂക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകൻ റോനൻ ബർഗനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച രാത്രി പുറത്തുവിടുകയും ചെയ്തിരുന്നു. ബാർക്ക്മാന്റെ റിപ്പോർട്ട് അനുസരിച്ച് തെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ് മുറിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് ശേഷം പോയിന്റ് ബാങ്കിൽ നിർത്തിക്കൊണ്ടാണ് ഹനിയയെ കൊന്നത് എന്ന തരത്തിലുള്ള വാർത്തകളുമുണ്ട്. അതായത് ഹമാസ് നേതാവിനെ കൊന്നത് മൊസാദ് തന്നെയെന്ന് ഈ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നു എന്ന് സാരം. തെഹ്റാനിലുണ്ടായിരുന്ന ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖലീദ് അൽ ഹയ്യ ഉടൻ സ്ഥലത്തെത്തി നേതാവിന്റെ മൃതദേഹം കാണുകയും ചെയ്തു. ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ ജനറൽ ഇസ്മായിൽ ഗനിയെ ഉടൻ വിവരം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഈ ദുരന്ത വാർത്ത അറിയിച്ചിരിക്കുന്നത്. ഗസ്റ്റ് ഹൌസിലെ മെഡിക്കൽ ടീം വേഗത്തിൽ ഹനിയയുടെ മുറിയിലെത്തിയെങ്കിലും അപ്പോഴേക്കും ഹനിയ മരിച്ചിരുന്നു. അപ്പോഴും അംഗരക്ഷകന് ജീവനുണ്ടായിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനിടയിലാണ് അയാളും മരിച്ചിരിക്കുന്നത്. ഹനിയയുടെ മരണവിവരം പുറത്തറിയുന്നത് 4 മണിക്കൂറിന് ശേഷം പ്രാദേശിക സമയം രാവിലെ 7 മണിയോടെ റവല്യൂഷണറി ഗാർഡിന്റെ പ്രസ്താവനയിലൂടെയാണ്. പിന്നാലെ ഖാംനയി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങളെ വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല എങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ US ഉൾപ്പെടെ ചില രാഷ്ട്രങ്ങൾക്ക് ഓപ്പറേഷന്റെ വിവരങ്ങൾ ഇസ്രായേൽ കൈമാറിയെന്നാണ് സൂചന. കൊലപാതകത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ല എന്നായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നത്. ഹനിയയുടെ മരണം പുറത്തു വന്ന ഉടൻ തന്നെ ഒരു മിസൈൽ ആക്രമണമാകും എന്ന നിലയിലായിരുന്നു വാർത്തകൾ വന്നത്. റവല്യൂഷണറി ഗാർഡിന്റെ കാവലിലുള്ള കെട്ടിടത്തിൽ ബോംബ് വയ്ക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമല്ല എന്ന് തെളിയിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഇസ്രയേലി നുഴഞ്ഞുകയറ്റം ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു മുന്നേയുള്ള ഇറാൻ പ്രസിഡന്റ് മരണാനന്തര ചടങ്ങിലും ഇസ്മായിൽ ഹനിയ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിൽ ഇയാൾ പങ്കെടുക്കുമെന്ന് ഇസ്രായേലിന് 100% ഉറപ്പായിരുന്നു. കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുമായും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2 മാസം മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും ഹനിയ ഇറാനിലെത്തിയിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിന്റെ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുത് എന്ന് ഹമാസ് അനുശോചന സന്ദേശത്തിൽ പറയുന്നു. മറിച്ച് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയുടെയും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെയും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും ജനങ്ങളോട് ഹമാസ് അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു വാക്കുകൾ.